न ज़मीं मिली न फलक मिला है सफर. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലേ? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ദുരന്തർ സിനിമയിലെ ഒരു ഡയലോഗാണ്. ഹിന്ദുസ്ഥാനിയോ കി സബ്സെ ബഡ ദുഷ്മൻ ഹിന്ദുസ്ഥാനി ഹെ, പാകിസ്ഥാൻ തോ ദൂസര നമ്പർ പാത്താ ഹെ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇന്ത്യയിലകത്ത് നടന്ന ഒരു സംഭവമാണിത്. മഹാരാഷ്ട്രയിൽ ലാത്തൂർ സ്ഥലത്ത് ഒരു സ്കൂളിൽ ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റ്, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് അവിടുത്തെ ഹിന്ദു വിമൻ സ്റ്റുഡൻസിനെ, ഹിന്ദു ഫീമെയിൽ സ്റ്റുഡൻസിനെ അവർ കൊണ്ടുപോയി ഈ കേരള സ്റ്റോറി 2 കാണിച്ചു. കേരള സ്റ്റോറി 2 കാണിച്ചതിനെ പറ്റി ഞാൻ തെറ്റെന്നോ ശരിയെന്നോ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞതാണ് ലൈക്ക് ദ വേ ദേ സ്പ്രെഡ് ദ ഹേറ്റ് ഇൻസൈഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈ സംഭവത്തിനെ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള അവിടുത്തെ ഫാക്കൽറ്റികൾ അവർ ഹിന്ദു വിമൻ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർ സിനിമ കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ക്രൈം എഗെയിൻസ്റ്റ് ഹിന്ദു വിമൻസിനുള്ള അവയർനെസ്സാണ്. സോ അവർ ഹിന്ദു വിമൻസിന് എഗെയിൻസ്റ്റുള്ള അവയർനെസ്സാണ് അവർ കരുതിയത്. സോ ദേ ഡോണ്ട് കെയർ അബൌട്ട് ദ ഇന്ത്യൻ വിമൻസ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ആ സ്കൂളിൽ റെഗുലറായിട്ട് നടക്കേണ്ട ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് എങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിം ഉണ്ടാവാം, ക്രിസ്ത്യൻ ഉണ്ടാവും. ഞാൻ മാത്രമായിട്ട് എന്നെ സെലക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുക അവരുടെ ഉള്ളിലുണ്ടാവും. എന്നെ എന്തുകൊണ്ട് അവർ കൊണ്ടുപോയില്ല? ക്രിസ്ത്യൻസിനുണ്ടാവും, എന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? അവരെ മാത്രം എന്തുകൊണ്ട് കൊണ്ടുപോയി? ആൻഡ് ഓൾസോ ദേ ആർ ലിറ്ററലി കൺസേൺഡ് അബൌട്ട് ഹിന്ദു humans. They are not considering about the other Indians. Why Bajrang Dal? Why? ആൻഡ് ഓൾസോ എനിക്ക് ഏറ്റവും വലിയ ഷെയിം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അപ്രൂവ് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ ഈ കാര്യം എക്സർസൈസ് ചെയ്യാൻ പെർമിഷൻ കൊടുത്ത ആ സ്കൂളിലെ അധ്യാപകരും ഹെഡ് മിസ്റ്റേഴ്സും പ്രിൻസിപ്പൾസിനെ പറ്റിയിട്ടാണ്. ഒരു ക്രൈം നടന്നതിന് അതിനെ റിലീജിയസ് ആയിട്ട് ഫ്രെയിം ചെയ്യുക, ആ റിലീജിയസ് ഫ്രെയിമിനെ അടുത്ത ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ സ്റ്റുഡൻസിനെ അല്ലെ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ജനറേഷനെ അത് എങ്ങനെ അതിനെ ഇമ്പോസ് ചെയ്യിപ്പിക്കാമെന്ന് ദേ ആർ ലിറ്ററലി ഫ്രെയിമിങ് ദാറ്റ്. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം കണ്ടപ്പോഴത്തെ ഐ എം സോ പ്രൗഡ് അബൌട്ട് ദാറ്റ് ഞാൻ കേരളത്തിൽ പഠിച്ചത്. കാരണം ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് എൻ്റെ സ്കൂളിൽ കാണിച്ച പടങ്ങളാണ് താരേ സമീൻ പർ, പിന്നെ പഴശ്ശിരാജ, ബാലൻ, ബോധവൽക്കരണ സിനിമകൾ. ഇതൊക്കെയാണ് നമ്മളെ കാണിപ്പിച്ചത്. ഫ്രം വെയർ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗോസ് ടു ദിസ് ലെവൽ. ചിന്തിച്ചു നോക്ക്. ലിറ്ററലി സത്യമായിട്ട് എനിക്ക് തോന്നിയതൊരു ഷെയിമായിട്ടാണ് തോന്നിയത്. ഷെയിമായിട്ടും റിയലി കൺസേണിങ് ചെയ്യുന്നൊരു മാറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.